ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നിങ്ങളുമായിട്ട് ഞാൻ എൻ്റെ വലിയൊരു സന്തോഷം പങ്കുവയ്ക്കാനും അതുപോലെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്കൊരു ഒറ്റ വീഡിയോയിൽ നിന്ന് 1.1 crore വ്യൂസും അതിൽ നിന്ന് എനിക്ക് 21.5K സബ്സ്ക്രൈബേഴ്സും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ എനിക്ക് 26 എബോവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒറ്റ ഷോട്ടാണ് എനിക്ക് ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി തന്നത്. ഇപ്പോഴും അത് 1 മണിക്കൂറിൽ 88K വ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര വ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എന്നെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് 2023 ഡിസംബർ 18 അപ്പം അതു തൊട്ട് 2024 ഡിസംബർ 18 എനിക്ക് 4K 4000 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പം ഏതൊരു ആളിനെ പോലെ നമുക്കറിയാം, യൂട്യൂബിലേക്ക് ജസ്റ്റ് ഒന്ന് വരാൻ തുടങ്ങുന്നവരും യൂട്യൂബിൽ ചാനലൊന്നും എടുത്തിട്ടില്ലാത്തവരുടെയും ഒക്കെ ഒരു വിശ്വാസം ആണ് നമ്മളങ്ങോട്ട് വീഡിയോ ഇടുന്നു, അത് കയറി വൈറലാവുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു 1K ഒക്കെ വ്യൂസ് വരുന്നു, ഉടനെ യൂട്യൂബ് നമുക്ക് പൈസ ഇങ്ങോട്ട് തരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് മിക്കവരും യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ യൂട്യൂബിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്, ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസിന് 1K 2K കിട്ടിയെന്ന് പറഞ്ഞൊന്നും വരുമാനം കിട്ടാൻ പോകുന്നില്ല. അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടെന്നൊക്കെ ഉള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നതുമല്ല, അല്ലേ? അപ്പോൾ അതേപോലെ ഞാൻ ശരിക്കും എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ട ഡെലിവറിക്കൊക്കെ ശേഷം വീട്ടിലങ്ങനെയൊന്നും ജോലിക്കൊന്നും പോകാൻ പറ്റാതിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചാനൽ ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. ഒരു വീട്ടിലിരുന്നുള്ള ആ ഒരു മടുപ്പും വിരസതയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് തുടങ്ങുന്നത്. ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഏതെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ അല്ലെങ്കിൽ അതുപോലെ പോപ്പുലറായിട്ടുള്ളവരുടെ ഒക്കെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അവരുടെ ചാനലാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർക്കൊക്കെ നല്ല വ്യൂസ് ഉണ്ട്, നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഇങ്ങനെയൊന്നും സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടുകയില്ല, വ്യൂസും കിട്ടുകയില്ല എന്നുള്ള കാര്യങ്ങൾ അപ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂടണമെങ്കിൽ ഒന്നേ നമ്മൾ എന്തെങ്കിലും രീതിയിൽ പോപ്പുലറായിട്ടുള്ള വ്യക്തിയായിരിക്കണം, അതായത് എന്തെങ്കിലും സെലിബ്രിറ്റീസ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ, അതായത് പെട്ടെന്ന് വണ്ണമുള്ള ആൾ ഒന്ന് മെലിയുക, അല്ലെങ്കിൽ നിറം കുറവായിരുന്ന ആൾക്ക് പെട്ടെന്ന് നിറം വയ്ക്കുക, മുടി അധികം തിക്നെസ് ഇല്ലാതിരുന്ന ആൾ മുടി നന്നായിട്ട് തിക്നെസ് ആവുക, ഈ പറഞ്ഞ കാറ്റഗറി അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. എൻ്റെ ജേർണി പറയുവാണെങ്കിൽ ഞാൻ ആദ്യം ഡാൻസ് ഒക്കെയാണ് ചെയ്യാൻ തുടങ്ങിയത്. വീഡിയോസ് ഇട്ടപ്പോൾ എനിക്ക് ആദ്യത്തെ വീഡിയോയ്ക്കാണ് 800-900 വ്യൂ വന്നു. ഒരു മിനിമം എന്ന് പറയുന്നത് കയറി നോക്കി കാണാം, എല്ലാത്തിനും ഒരു 2K തന്നെ മിനിമം ഉണ്ട്. 2024 കൊണ്ട് എനിക്ക് ആകെ കിട്ടിയത് 4K സബ്സ്ക്രൈബേഴ്സാണ്. ഈ 2025 ജനുവരി ഒരു 5-6 എങ്ങാണ്ടായപ്പോഴാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതൊരു 7 lakh വ്യൂസ് കയറി. അതിനകത്തുനിന്ന് എനിക്ക് 800 സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് നാളിട്ടപ്പോൾ ഇതുപോലെ 17K 18K അങ്ങനെയൊക്കെ. അതിനുശേഷം പിന്നെ ഇട്ട ഒരു ഷോർട്സ് ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ട് അതിനകത്തുനിന്ന് എനിക്ക് ആ ഒറ്റ ഷോട്ടിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവാനുള്ള അത്രയും വ്യൂസ് എനിക്ക് കിട്ടി. അതായത് 100 lakh, അതായത് 10 million, അതായത് 1 crore വ്യൂസ്. ശരിക്കും പറഞ്ഞാൽ 1.1 crore വ്യൂസ് ഉണ്ട്, 1 crore എബോവ് ഉണ്ട്. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ 21.5K, അതായത് 21,000 സബ്സ്ക്രൈബേഴ്സ് എബോവ് ഉണ്ട്. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എബോവ് ഉണ്ടെന്നും കൂടെ പറയുന്നത്. അത്രയും വ്യൂസ് എനിക്ക് ആ ഒറ്റ ഷോട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കയറിയെന്ന് പറഞ്ഞ് വാട്സപ്പൊക്കെ ചെയ്ത് ചോദിച്ചു. ഒറ്റ ആഴ്ച കൊണ്ടാണ് 26 എബോവ് കയറിയത്. മാക്സിമം 1 വീക്ക് എടുത്തിട്ടുള്ളൂ. കാരണം ആദ്യമായിട്ട് എനിക്ക് കൂടിയത് ഒരു ദിവസം 1K കൂടി. അപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത്, എനിക്ക് 1K ഒരു ദിവസം കൂടിയോ, അതെങ്ങനെ കൂടി, അങ്ങനെയുള്ളൊരു ഇത് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, തുടക്ക സമയത്ത് നമുക്ക് ഭയങ്കര സംഭവമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ പിന്നീട്
നമ്മളിതിനെക്കുറിച്ച് ഇറങ്ങി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി, നമ്മുടെ വ്യൂസിൻ്റെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ ഒരു ഗ്രോത്തും ആ റേറ്റും ഒക്കെ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു സംഭവമൊന്നും അല്ല ഇത്രയും വാച്ച് ഓവർ അല്ലെങ്കിൽ ഇത്രയും വ്യൂസ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സബ്സ്ക്രൈബർ കൂടിയാൽ അതിൽ നിന്ന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരാൾ കൂടിയിട്ടുണ്ടെങ്കിൽ അന്ന് ലോകം വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു എനിക്ക്. ആ ഒരു ലെവലിലേക്ക് എത്താൻ കാണുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ, പലതരത്തിലുള്ള കുത്തുവാക്കുകൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ചാനൽ തുടങ്ങിയിട്ടുള്ള മിക്ക ന്യൂ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഓൾഡ് നല്ല രീതിയിൽ കയറി വന്ന് നല്ല മില്യൺ ഉള്ളവരായിക്കോട്ടെ, എല്ലാവരും പലതരത്തിലുള്ള വാക്കുകളും കളിയാക്കലും കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ മെയിനായിട്ടുള്ള കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വിചാരമാണ് യങ്സ്റ്റേഴ്സിന് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ പൊതുവല്ലേ തള്ള വൈബ് എന്നൊക്കെ പറയുന്ന രീതിയിൽ യങ്സ്റ്റേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെന്താ വേറെ പരിപാടി ഇല്ലേ, ആ ഒരു ലെവലിൽ. അപ്പം ആ ഒരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് ചോദിച്ചാൽ ഇതുവരെ ഒന്നും കിട്ടാറായില്ലേ എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ വല്ലതും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചാൽ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോർട്സിന് ഒരു 10K അല്ലെങ്കിൽ ഒരു 1K ഒന്ന് കയറി കണ്ടാൽ മതി അല്ലേ. അതിൽ നിന്ന് നമുക്ക് ഇപ്പം മോണിറ്റൈസേഷനുള്ള സ്വപ്നമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ചെറിയ വീഡിയോ കുറച്ച് പേരിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കളിയാക്കൽ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ കാണുമ്പോഴാണെങ്കിൽ നമ്മൾ കുറച്ച് കൂളായിട്ട്, അല്ലെങ്കിൽ നമ്മളെന്താണെന്ന് നമുക്കായിരുന്നു അറിയാമായിരുന്നു, ഒരു പക്ഷേ അവർക്ക് അറിയില്ലായിരുന്നിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂളായിട്ട് അല്ലെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ട് എന്തെങ്കിലും ചെയ്താലും നീ ഇങ്ങനത്തെ ആളായിരുന്നോ, കൊള്ളാം കേട്ടോ, നിന്റെ കൂത്തൊക്കെ കാണാറുണ്ട് കേട്ടോ എന്ന് പറയുന്നവരും ഉണ്ട്. ഒരു പക്ഷേ ഒരു ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ള ആൾക്ക് അതിനുള്ള വേദി കിട്ടിയിട്ടുണ്ടാകില്ല. അപ്പോൾ ആ ആൾ ഒരു പക്ഷേ പേഴ്സണലായിട്ട് സ്വന്തമായിട്ടൊരു സന്തോഷത്തിനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ വന്നിട്ട് നെഗറ്റീവ് പറയുന്നവരുണ്ട്. നമുക്കറിയത്തില്ലാത്തൊരു നെഗറ്റീവ് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ അറിയാവുന്നവർ പറയും, എന്തൊരു കൂത്താണ്, എന്ത് നീ കിടന്ന് കാണിക്കുന്നത്, ഇങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടാണ് നമ്മൾ പലരും തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്ക് പലർക്കും തോന്നുന്നൊരു സംഭവമാണ്, ഇതൊക്കെ നിർത്തിയാലോ, എനിക്ക് പറ്റിയ പരിപാടിയല്ല, ഇനി ഇതിലേക്ക് ഞാനില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സമയത്താണ് ഈ ഒരു ഷോട്ട് ഇങ്ങനെ കയറിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ 2024 പകുതി തൊട്ട് എനിക്ക് നല്ല രീതിയിൽ വ്യൂസൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് പ്രധാന പ്രശ്നം, എനിക്കങ്ങൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കമൻസ് ഒന്നും വരുന്നില്ലല്ലോ. ഞാനപ്പം അപ്പോഴപ്പോഴാണ് നമ്മൾ ഈ ചെറിയ ചാനലുകൾ, അതായത് തുടങ്ങിയതേ ഉള്ള ചാനലുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ അറിയാം. അവർക്കൊക്കെ നല്ല കമൻറ്റ് കിട്ടുന്നു, എനിക്ക് കമൻറ്റ് കിട്ടുന്നില്ല, അതെന്താണ് അങ്ങനെ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും വിഷമങ്ങളും ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഞാൻ പരിഹരിച്ചത്, എങ്ങനെയാണ് എനിക്ക് ഈ ഒറ്റ ഷോട്ടിൽ നിന്ന് തന്നെ 1 crore വ്യൂസ്, അതായത് ഈ മോണിറ്റൈസേഷന് വേണ്ടിയുള്ള വ്യൂസ് കിട്ടിയത് എന്നുള്ളത് ഒക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സ് ആട്ടോ. ഫസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ടൈം എല്ലാവരും പറയും അങ്ങനത്തെ ടൈമൊന്നുമില്ല, ഇങ്ങനത്തെ ടൈമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അപ്ലോഡ് ചെയ്യും. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ബസ് കാത്ത് നിൽക്കുമ്പോൾ ആ ബസ് കറക്റ്റ് ടൈമിലാണ് വരുന്നെങ്കിൽ നമുക്കതിൽ കയറാൻ പറ്റും. നമ്മളത് പ്രതീക്ഷിക്കുന്നു, ഇപ്പോൾ ആ ബസ് വരും പ്രതീക്ഷിക്കും. ഇന്ന് ഈ ബസ് 10 മണിക്ക് വന്നു, നാളെ ആ ബസ് 11 മണിക്കാണ് വന്നതെങ്കിൽ നമ്മൾ ആ ബസ്സിനൊരു ഇതില്ല അല്ലേ. ചിലപ്പം താമസിച്ച് വരാം, ചിലപ്പോൾ നേരത്തെ വരാം, എന്നാൽ പിന്നെ വേറെ വണ്ടി പിടിച്ച് പോയിക്കൂടെ, ആ ബസ് നോക്കി എന്നാൽ നമുക്ക് ചിലപ്പം സമയത്ത് എത്താൻ പറ്റുകയില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. എന്ന് പറയുന്ന പോലെ ഇതൊരു കറക്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഈ യൂട്യൂബായിട്ട് ഇന്ന ടൈമിൽ നിങ്ങൾ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്തറിയാം. ചില സമയത്ത് ഇടുന്ന വീഡിയോസ് കയറിപ്പോവും. ഞാനങ്ങനെ ചെക്ക് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഞാനൊരു 7 മണി ആ ഒരു ടൈമിലായിരുന്നു വീഡിയോ ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് 7 മണിക്ക് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് 2 വ്യൂ കിട്ടിയതുണ്ട്. അത് ഞാൻ എന്തെടുത്തു, ആദ്യം ഞാൻ പ്രൈവറ്റ് ലിസ്റ്റിലാക്കി വെച്ചിട്ട് ആ വീഡിയോ ഞാൻ ഒരു 9 മണിക്ക് ഇട്ടു. 9 മണിക്ക് ഇട്ടപ്പം എനിക്ക് നല്ല രീതിയിൽ 2, 3 K ഒക്കെ കയറി പോകാൻ തുടങ്ങി.
അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സമയം പറ്റുന്നില്ലെന്നായി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 9:49, 9:49, 50, ആ 10 മണിക്ക് തൊട്ട് മുമ്പായിട്ട് ഉള്ള സമയത്ത് ഞാനിപ്പോൾ വീഡിയോസ് ഇടുന്നത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ ഒരു പീക്ക് ലെവൽ എപ്പോഴാണ് കയറിപ്പോകുന്നുള്ള സമയം അവനവൻ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് പല സമയത്തിട്ട് നോക്കിയിട്ട് ഏത് സമയത്താണ് കയറിപ്പോകുന്നത് നോക്കിയാൽ മതി. അതുപോലെ ഞാൻ ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് കുക്കിംഗ് ഇങ്ങനെ ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലഞ്ച് ബോക്സൊക്കെ ഇടും. കാരണം ആ സമയത്ത് എല്ലാവരും കഴിക്കാനിരിക്കുന്ന ഒരു സമയം 2 മണി, 1:30, 1:30ക്ക് 2:00 ഇടയ്ക്ക് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്ന ടൈപ്പ് വീഡിയോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടും. ഞാൻ ഒരു സമയം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. മറ്റൊന്നാണ് നമ്മൾ ഹാഷ്ടാഗ് ഇടുകയല്ലേ. അപ്പോൾ എങ്ങനെ വന്നാലും നിങ്ങൾ ഹാഷ്ടാഗ് ഇടുമ്പോൾ നമ്മൾ മാക്സിമം നല്ല വ്യൂസ് കിട്ടിയവരുടെയൊക്കെ കയറി നോക്കിയിട്ട് ആ ഹാഷ്ടാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനകത്തുനിന്ന് ഞാൻ എടുത്തിട്ടുള്ള 1-2 ഹാഷ്ടാഗാണ് ഷോർട്ട് ഫീഡ്, ഷോർട്ട്സ്, ഷോർട്ട്, പിന്നെ ട്രെൻഡിങ്. ഈ 4 ഞാൻ എല്ലാത്തിനകത്തും ഇടാറുണ്ട് ഈ ഹാഷ്ടാഗ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കയറി ചെക്ക് ചെയ്ത് നോക്കി, എൻ്റെ ഷോർട്സ് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം മിക്കതിനും തന്നെ അത്യാവശ്യം നല്ല വ്യൂസ് വന്നിട്ടുമുണ്ട്. ഇതിനെല്ലാം ഞാൻ ഈ ഒരു ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഏറ്റവും ഞാൻ മുമ്പേ പറഞ്ഞൊരു സംഭവം, എൻ്റെ ഒരു വിഷമം ഞാൻ പറഞ്ഞില്ലെന്ന്, എനിക്കാരും കമൻറ്റ് ഇടുന്നില്ലല്ലോ, എനിക്കെന്തായാലും കമൻറ്റ് ഇടാത്തത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരിക്കലും വൈറലായി പോയ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് റീച്ച് കിട്ടിയിട്ടുള്ള യൂട്യൂബേഴ്സ് വന്നിട്ട് തുടക്കക്കാർക്ക് കമൻറ്റ് ഇടുകയല്ല. തുടക്കക്കാരായ നമ്മളെപ്പോലുള്ളവർക്ക് കമൻറ്റ് ഇടുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ തുടക്കക്കാർ മാത്രമാണ്. ഞാനത് നോട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്നോ, എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എനിക്ക് കമൻറ്റ് ഇടുന്നവർക്കായിരുന്നു അല്ലെങ്കിൽ ഞാൻ തിരിച്ച് കമൻറ്റ് ഞാൻ മൈൻഡേ ചെയ്തില്ല. എന്നിട്ടാണ് ഞാൻ ഈ കുത്തിരുന്ന് വിഷമിച്ചുകൊണ്ടത് എനിക്ക് കമൻറ്റ് ഒന്നും വന്നില്ല. ഞാൻ പിന്നെ എന്നാ ചെയ്തെന്നോ, ഞാൻ ഈ പറഞ്ഞ തുടക്കക്കാർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആ തിരിച്ച് ചെല്ലുള്ളൂ, അല്ലാണ്ട് ഞാൻ ഓൺ ദ സ്പോട്ട് ചെല്ലുകയല്ല. കാരണം അങ്ങനെ സ്പാമിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകണമെന്ന് വിചാരിച്ച് ചിലപ്പം ഞാൻ അങ്ങോട്ട് എന്നൊരു കമൻറ്റ് ഇടും. അപ്പോൾ അവർക്കും തോന്നും ഇങ്ങോട്ടൊരു കമൻറ്റ് ഇട്ടല്ലേ. അവരും കയറി നോക്കുമ്പോൾ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഇങ്ങോട്ടും കമൻറ്റ് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കമൻറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായും തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിന് സപ്പോർട്ട് കൊടുക്കണം. മറ്റൊന്നാണ് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതായത് ഓരോ സമയത്തും ഓരോ പാട്ട് ട്രെൻഡിങ് ആവാറുണ്ട്. അപ്പോൾ ആ ട്രെൻഡിങ് ആയ പാട്ടായിരിക്കണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മൾ പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്. ഞാൻ പഴയ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ, എനിക്ക് പഴയ പാട്ട് മാത്രമാണ് ഇഷ്ടം എന്ന് നമുക്കറിയാം. അതുപോലെ ഞാൻ പുതിയ യങ്സ്റ്റേഴ്സ്, പുതിയ ജനറേഷനാണ്, ഞാൻ പുതിയ പാട്ട് മാത്രമേ കേൾക്കുള്ളൂ. അങ്ങനെയല്ല. ചില സമയം പഴയ പാട്ടുകൾ വൈറലാവാറുണ്ട്, അല്ലേ, ട്രെൻഡിങ് ആവാറുണ്ട്, പുതിയ പാട്ടുകൾ ആകാറുണ്ട്. അപ്പം അപ്പോഴുള്ള ട്രെൻഡിങ് ആയിട്ട് വരുന്ന പാട്ട് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. തമ്മിൽ ഒരു 5K 6K ഒക്കെ ഉള്ളവരുടെ കയറി നോക്കിയിട്ട് നിങ്ങൾ നോക്കണം ഏത് വീഡിയോയ്ക്കാണ് നിങ്ങൾ കയറി നോക്കുമ്പോൾ അവരുടെ വീഡിയോയ്ക്ക് ഏതിനാണ്. ഇപ്പോൾ അവർക്ക് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് 5K ഉള്ളതെന്ന് വിചാരിച്ചോ, പക്ഷേ അവരുടെ ഒരു ഷോർട്സിന് 16K വ്യൂസ്. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണോ അതിനെക്കാട്ടിലും കൂടുതൽ വ്യൂസ് ഏതെങ്കിലുമൊക്കെ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിയോ നിങ്ങൾ കടമെടുക്കണം, അതിൻ്റെ ഓഡിയോ നിങ്ങൾ എടുക്കണം. അത് പാട്ടായിക്കോട്ടെ, ഇനി ചിലപ്പം അഭിനയിക്കുന്നവർ ആണെങ്കിൽ അവർ ആ ഒരു ഓഡിയോ എടുത്തിട്ട് നിങ്ങൾ അഭിനയിച്ചു. അപ്പോൾ അത് ഞാൻ ഫോളോ ചെയ്തൊരിതാണ്. അപ്പോൾ സബ്സ്ക്രൈബറിൻ്റെ നമ്പറിനെക്കാട്ടിലും കൂടുതലായിട്ട് വ്യൂസ് ഉള്ളത് ഏതാണെന്ന് നോക്കുക, അത് അവർ സെലക്ട് ചെയ്യുക. ആ പാട്ട് വെച്ച് നിങ്ങളുടെ വീഡിയോസൊക്കെ ചെയ്യുക. കുക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും, ഇനി അഭിനയമാണെങ്കിലും ആ ടൈപ്പ്. അപ്പം ഇത്രയുമാണ് ഞാൻ ശരിക്കും ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, ഓരോ കണ്ടൻറ് ഇടുമ്പോൾ പൊതുവെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിൻ്റെ സന്തോഷങ്ങളും ചിരികളും കളികളും ഇങ്ങനെയൊക്കെയുള്ള കയറി പോകാറുണ്ട്. അപ്പം ഈ കുറച്ചും പിന്നെ കുക്കിങ്ങും നല്ലതാണ്. അപ്പം എല്ലാത്തിനെയും പിന്നെ തംബ്നെയിൽ ഞാൻ ശരിക്കും വലിയ തംബ്നെയിലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഷോർട്സിന്. അതും ചെയ്യുന്നത് നല്ലതാണ്, കാരണം നമുക്ക് അട്രാക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതും ഫസ്റ്റ് കാര്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ ലോങ് വീഡിയോസിന് തംബ്നെയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഷോർട്സിന് എന്താണോ കിടക്കുന്നത് അത് നമ്മുടെ ഷോർട്സിനകത്തുള്ളത് തന്നെ ഞാൻ തംബ്നെയിലായിട്ട് എടുക്കാറുള്ളൂ. ചിലത് മാത്രം ഞാൻ അല്ലാതെ എടുത്തിട്ടുള്ളൂ. പക്ഷെ അല്ലാതെ എടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് കയറിയിട്ടൊന്നുമില്ല. അല്ലാത്ത നോർമലായിട്ട് ചെയ്തിട്ടുള്ളതും എനിക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത്തരം വ്യൂസൊക്കെ വന്നത് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് ചോദിച്ചു മോണിറ്റൈസ്ഡ് ആയോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്കറിയാം, നമ്മുടെ
YT സ്റ്റുഡിയോയിൽ നമ്മുടെ കയറി നോക്കുമ്പോൾ കാണിച്ചാലും നമ്മുടെ ഡോളറിൻ്റെ ഏണിങ്സിൻ്റെ സ്ഥാനത്ത് ഒരു 7-8 ദിവസം കഴിഞ്ഞല്ലേ അത് എത്തുള്ളൂ. എനിക്ക് അതിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ്റെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഫുൾ മോണിറ്റൈസേഷൻ്റെ അത്രയ്ക്ക് വന്നിട്ടില്ല. 1 crore ഇവിടെ ഉണ്ടെങ്കിൽ ആ ഏണിങ്സിൻ്റെ അവിടെ എനിക്ക് 49 lakh ആയിട്ടേ ഉള്ളൂ. ബാക്കി 51 lakh കയറിയിട്ടില്ല. അത് കുറച്ച് ദിവസം കഴിഞ്ഞേ കയറുള്ളൂ, ഒരാഴ്ചയോടൊക്കെ കഴിഞ്ഞേ കയറുള്ളൂ. അപ്പോഴേ അറിയത്തുള്ളൂ മോണിറ്റൈസേഷൻ ആയോ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള. ആരെങ്കിലും ചാനൽ നിർത്തി പോകാം, ഇനി എന്നെക്കൊണ്ട് ഒന്നും രക്ഷപ്പെടാൻ പറ്റുകയില്ല, നമുക്ക് ചിലപ്പോൾ നിരാശ വരും. ഇല്ല, എന്നെക്കൊണ്ട് പറ്റുകയില്ല, അങ്ങനെ ആരും വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിച്ച് നിർത്താനിരുന്ന ഞാനാണ് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, നല്ല രീതിയിൽ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 21.5K, അതായത് 21,000 മേലെ ഒരു ദിവസം, ഒരു 5,000 സബ്സ്ക്രൈബർ, 4,000 സബ്സ്ക്രൈബർ വരുന്ന രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടുമാണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും നിരാശയുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. കാരണം നമുക്ക് എല്ലാത്തിനും ഒരു ഉയർച്ച, ഒരു താഴ്ച, പിന്നെ ഒരു ഉയർച്ച ഒക്കെ ഉണ്ടാകും. ലൈഫ് അങ്ങനെയാണല്ലോ. എന്നും ഒരാൾ എന്താ പറയുക താഴ്ന്നു കിടക്കുകയില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പം ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും എല്ലാം ഉണ്ടായിട്ട് നല്ല രീതിയിൽ മോണിറ്റൈസേഷൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു.